നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറ പ്രധാന വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ കർണാടക തുംകൂർ ജില്ലയിലെ മധുഗിരി ബ്രഹ്മസമുദ്ര ഗിരൈ ഗൗതനഹള്ളി ഫിരിയ നായിക്കിന്റെ മകൻ ഭാഷ നായിക്കാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് ചോളവുമായി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രധാന വളവിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വീഴ്ചയിൽ ക്യാബിനും ബോഡിയും വേർപെട്ടു. ദേശീയപാതയിലെ പ്രധാന അപകട കേന്ദ്രമായ വട്ടപ്പാറ മുടിപ്പിൻ വളവിൽ മറിഞ്ഞ ലോറി റോഡിൽ നിന്ന് 30 അടി താഴ്ചയിലെ കൊക്കയിലേക്ക് കൂപ്പുകുത്തി വീണു. കീഴ്മേൽ മറിഞ്ഞ ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മുകളിലേക്ക് എത്തിച്ചത്. ഉടനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ആദ്യം ഓടിയെത്തിയ നാട്ടുകാർക്കൊപ്പം വളാഞ്ചേരി പോലീസും തിരൂരിൽ നിന്ന് വന്ന അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വട്ടപ്പാറയിലുള്ള കരാർ കമ്പനിയായ KNRCLന്റെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അവരുടെ വലിയ ക്രെയിനും ഉപയോഗിച്ചാണ് വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത്. തിരൂർ DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കുറച്ചുകാലമായി വട്ടപ്പാറയിൽ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനിടയിലാണ് ഒരാളുടെ മരണത്തിനിടയാക്കിയ ദുരന്തമുണ്ടായത്. ദേശീയപാത 66 കഞ്ഞിപ്പൂര മൂടാൽ ബൈപ്പാസ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായാലേ ഇവിടെ നടക്കുന്ന അപകടങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന മരണങ്ങളും അവസാനിക്കുമെന്നാണ് വട്ടപ്പാറയിലെ സ്ഥിര താമസക്കാരായ നാട്ടുകാരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി.